എൻ്റെ പിന്നിൽ കാണുന്നതാണ് നാക്കയംകുത്ത്. ഈ ഗ്രാമത്തിന് നാക്കയം എന്ന പേര് വന്നത് ഈ കുത്തിൽ നിന്നാണ്. പക്ഷേ ഈ നാടിനെ നമുക്ക് ഒറ്റ വാക്കിൽ ഒരു ഓണംകേറാമൂല എന്ന് വിശേഷിപ്പിക്കാം. നൂറോളം കുടുംബങ്ങളുള്ള ഒരു കൊച്ചു മലയോര കാർഷിക ഗ്രാമമാണ് നാക്കയം. മൂവാറ്റുപുഴ തേനി സംസ്ഥാന പാതയിൽ നിന്നും 3 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ ഇവിടെ എത്താം. 1.5 കിലോമീറ്റർ പഞ്ചായത്ത് റോഡ് ടാർ ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് റോഡുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. പക്ഷേ ഇതുവഴി കാൽനട യാത്രമേ സാധ്യമാകൂ. വർഷങ്ങളായിട്ട് ഈ റോഡ് ഇങ്ങനെ നടക്കുന്നത്. ഇവിടെ ഉള്ള ആളുകളെല്ലാം വേറെ സ്ഥലത്തേക്ക് പോയി. വഴി സൗകര്യം ഇല്ലാത്ത കാരണം മണ്ണപ്പുറം അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോയി. ഇനിയിപ്പോൾ വഴി സൗകര്യം ആയാലേ ഇനി ഉള്ളവർ ഇവിടുന്ന് പോകാണ്ടിരിക്കത്തുള്ളൂ. അന്നേരം വഴിയൊക്കെ നന്നാവട്ടെ. ഓണത്തിന് മാവേലിക്കൊന്നും ഈ വഴിക്ക് വരുന്നില്ല. ഇല്ല ഇതുപോലെ വഴി ഇതുപോലെയല്ല കിടക്കുന്നത്. പിന്നെ മാവേലി എങ്ങനെ വരാനാ? നേരത്തെ ഇതുവഴി 4 വീൽ ജീപ്പുകൾക്ക് കടന്നു പോകാമായിരുന്നു. വഴി തകർന്നതോടെ ഇതും അസാധ്യമായി. ചേട്ടാ, ഇത് നിങ്ങളുടെ വഴിയായിരുന്നു? ഈ മുളയൊക്കെ പടർന്നു. നേരത്തെ ഇതിലെ ജീപ്പ് വന്നുകൊണ്ടിരുന്ന റോഡായിരുന്നു ഇത്. ഇപ്പം വാഹന സൗകര്യങ്ങളൊന്നും ഇതിൽ വരാൻ വലിയ പാടാണ്. കാരണം വഴി അത്ര ദുർഘടമായിപ്പോയി. വഴി നന്നാക്കണമെന്ന ആവശ്യത്തിന് നേരെ ജനപ്രതിനിധികൾ കണ്ണടച്ചപ്പോൾ പ്രദേശവാസികൾക്ക് കുട്ടികളെ പഠിപ്പിക്കുന്നതിനും മറ്റുമായി നാടുപേക്ഷിക്കേണ്ടി വന്നു. നിരവധി വീടുകൾ ഇവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണാം. ഞാനിവിടെ വന്നിട്ട് 40 വർഷമായി. അന്ന് തൊട്ട് ഇതിങ്ങനെയായിരുന്നു. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നായിരുന്നു. പിള്ളേരെ പഠിപ്പിക്കാൻ സൗകര്യത്തിന് എല്ലാവരും വാടകയ്ക്ക് പോയിരുന്നു. പിക്കപ്പും ജീപ്പൊക്കെ വരുമായിരുന്നു. ഇല്ല. റോഡ് നിർമ്മിക്കാൻ 25 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ 2 വർഷമായിട്ടും ഈ തുക ചെലവഴിച്ചിട്ടില്ല. ഈ വാഹനങ്ങളൊക്കെ നാക്കയത്ത് ഉള്ള ആളുകളുടെ വാഹനമാണ്. മുന്നോട്ട് വണ്ടി പോകാത്തത് കൊണ്ടാണ് ഇവിടെ സ്ഥിരമായി ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. പഞ്ചായത്തിൽ വോട്ടിന് മാത്രമേ വരുള്ളൂ. അതല്ലാതെ ഒരു കാര്യത്തിനും വരില്ല. അതിനുള്ള കാര്യം പറയുന്നവർക്ക് വോട്ടിന് വരുമ്പോൾ കൈ മുതുക്കി കാണിക്കും. അല്ലാത്ത സമയത്ത് അവർ വന്ന് വോട്ടും പിടിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും ഒന്നും തിരിഞ്ഞു നോക്കൂല. രോഗബാധിതരെ ചുമന്നാണ് നാട്ടുകാർ പുറത്തെത്തിക്കുന്നത്. നാക്കയത്ത് എത്തി മടങ്ങുമ്പോൾ ഭൂമിയുടെ ഒരറ്റത്തെത്തി മടങ്ങുന്നു എന്ന തോന്നലാണ് വ്യക്തിപരമായി എനിക്ക്. പാതാളത്തിൽ നിന്ന് മാവേലിക്ക് പോലും വർഷത്തിലൊരിക്കൽ മോചനമുണ്ട്. പക്ഷേ ഈ നാട്ടുകാർക്കതില്ല. പഞ്ചായത്തും ജനപ്രതിനിധികളും കാര്യക്ഷമമായി ഒന്ന് ഇടപെടണം. നാക്കയത്ത് നിന്ന് ജൈനസ് രാജു, മാതൃഭൂമി ന്യൂസ്.